ഇനി CPIയുടെ കാര്യം അത് ന്യായീകരിക്കത്തക്കതാണ്. ഞാൻ വിശ്വസിക്കുന്നത് CPIയുടേത് ഈ വിഷയത്തിലേത് ഒരു സൈദ്ധാന്തിക നിലപാടാണ് എന്ന് തന്നെയാണ്. CPMൻ്റേതോ ഇപ്പോൾ മന്ത്രിയുടെ വിശദീകരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രായോഗികമായ നിലപാടാണ്. ഇത് രണ്ടും തമ്മിലുള്ളൊരു ക്ലാഷ് ഉണ്ട്. അതിനെ ആരോഗ്യകരമായി തന്നെയാണ് ഞാൻ കാണുന്നത്. അവിടെ മുന്നണി മര്യാദകൾ ബലികഴിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയമായ നീതി CPIക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് വരുന്ന ദിവസങ്ങളിൽ ചർച്ചയിലൂടെ പരിഹരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഇടത് സർക്കാരിനെ വീഴ്ത്താനുള്ളൊരു അവസരമായി ആരും കണക്കാക്കണ്ട. അതിന് വെച്ച വെള്ളം പലരും വാങ്ങിവെക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത എക്സിക്യൂട്ടീവിൽ അക്കാര്യത്തിൽ വലിയ പ്രതിഷേധമുണ്ടാവും. കാരണം ചെയ്തിരിക്കുന്നത് അന്യായമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇതിനകത്ത് എൻ്റെ ടേക്ക് എന്ന് പറയുന്നത് ഇതിനെ കേവലം CPM CPI പോരായി ചിത്രീകരിക്കുന്നതിന് പിന്നിലൊരു ഗൂഢ അജണ്ടയുണ്ട്. എന്താണ് ആ ഗൂഢ അജണ്ട? അവിടെയാണ് എനിക്ക് സുജയ പാർവതിയോടുള്ള മറുപടി. പല വിധത്തിലും സംസ്ഥാനങ്ങളെ, അതും സാമ്പത്തികമായി സ്വാശ്രയത്വമില്ലാത്ത സംസ്ഥാനങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന അർത്ഥ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ ഓരോ സംസ്ഥാനങ്ങളിലും ഛിന്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് കാണുന്നത്. ഈ അർത്ഥ ഫാസിസ്റ്റ് തന്നെയാണ്. ഒറ്റ ചോദ്യമുള്ളൂ. അതിന് സുജയ്ക്ക് മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയൂ. സർവശിക്ഷാ അഭിയാനും ഈ പറയുന്ന പ്രൈംശ്രീ പദ്ധതിയും തമ്മിൽ എന്താണ് ബന്ധം? എന്തുകൊണ്ടാണ് കഴിഞ്ഞ 3 വർഷത്തെ കുടിശ്ശിക 1158 കോടി രൂപ ഇപ്പോൾ നമുക്ക് റിലീസ് ചെയ്യാത്തത്? 2026 മുതൽ പൂർണ്ണമായും NEP വന്നാലേ SSK കിട്ടൂ. അത് ഞാൻ സമ്മതിച്ചു. അത് NEP വന്നാൽ മാത്രമേ കിട്ടൂ. അതും കൂടി ഇതിനകത്തുണ്ട് കേട്ടോ. അടുത്ത 2026 മുതൽ ഈ പറയുന്ന സർവശിക്ഷാ അഭിയാൻ കേരള വരണമെങ്കിൽ, നടപ്പാക്കണമെങ്കിൽ NEPയിലേക്ക് മാറേണ്ടി വരും. ഇനി വരും കാലങ്ങളിൽ NEPയിൽ നിന്ന് മാറി നിൽക്കുക ടെക്നിക്കലി സാധ്യമല്ല. അത്രമേൽ നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു.